ഹലോ, അപ്പോൾ നമുക്ക് മുട്ട ചേർക്കാത്ത എങ്ങനെ നല്ല കിഡിലനായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള അച്ചപ്പാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കൂട്ടൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല, പക്ഷേ അതെന്ന് വെച്ചാൽ വറക്കാത്ത പൊടിയായിരിക്കണം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ചേർക്കാത്തതുകൊണ്ട് തന്നെ മൈദ എന്തായാലും നിർബന്ധമാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പോളം നമ്മുടെ തേങ്ങയുടെ 1/4 പാലില്ലേ, തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കണം. അതോ 1/2 കപ്പ് മതിയാവും. എന്നിട്ട് ബാക്കി നമ്മൾ വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് പതിയെ ലൂസാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി വെള്ളം ചേർക്കുന്നത് ആ തേങ്ങാപ്പാലിൻ്റെ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അംശമൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ അച്ചപ്പത്തിനെന്ന് വെച്ചാൽ നമ്മൾ മിക്സിങ്ങും ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ആ ഒരു ടെക്നിക്കാണ് നമുക്ക് കറക്റ്റ് ഒരു അച്ചപ്പം കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അച്ചപ്പം ആകെ കൊളായി പോകും. അപ്പോൾ നമുക്ക് അതാണ് കറക്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പം മെല്ലെ ലൂസാക്കി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാവുക വെച്ചാൽ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് സ്പൂണിൽ ഇങ്ങനെ കോരി അത് താഴേക്ക് ഇടുക. അപ്പോൾ സ്പൂണിൻ്റെ പുറംഭാഗത്ത് ഇപ്പോൾ കണ്ട ഇതുപോലെ ഒരു പാട പോലെ നല്ല ലെയറായിട്ട് നിൽക്കുന്നത്, ഇതുപോലെ നമ്മൾ സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം. ഇതുപോലെ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇത് കട്ടിയായിട്ടും പാടില്ല, തീരെ ഇല്ലാതെയാൻ പാടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അത് നിങ്ങൾക്ക് പതിയെ വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനുള്ളതാണ്, പക്ഷേ അതിട്ടാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ എണ്ണ അടുപ്പത്ത് തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ മൗൾഡാണ് യൂസ് ചെയ്യുന്നത് അച്ചപ്പത്തിൻ്റെ. അപ്പോൾ ഈ മൗൾഡ് എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ചൂടാവുന്ന അതേ ടൈം തന്നെ അതും ചൂടായിക്കോട്ടെ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിലേക്കവിടെ ഇട്ട് കൊടുത്താൽ മതി. എണ്ണയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ എണ്ണ ചൂടാകുമ്പോഴേക്ക് അതും ചൂടാവും. നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മൾ അച്ചപ്പം മൗൾഡിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം നന്നായിട്ട് നമ്മൾ എണ്ണയും നമ്മുടെ അച്ചും ചൂടായിട്ടുണ്ട്. ഇനി എങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ മാവിലേക്ക് ഇങ്ങനെ മെല്ലെ കുത്തിയിട്ട് 1/4 ഭാഗത്തോളം മാവ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആക്കണം. മുഴുവനായിട്ട് ഒരിക്കലും ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അച്ചപ്പം കിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് എണ്ണയിലേക്ക് കാണിച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. നമ്മുടെ അച്ചപ്പം അവിടെ റെഡിയായിട്ട് വീണോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പിന്നെ ആദ്യം കുത്താൻ പാടില്ല. നേരെ എണ്ണയിലേക്കിട്ട് അച്ച് ചൂടായതിന് ശേഷം മാത്രമേ അടുത്ത മാവിലേക്ക് കുത്താൻ പാടുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അച്ച് ചൂടായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ചൂടായിട്ടില്ലെങ്കിൽ നമ്മളെ മാവ് അതിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് പ്രോസസ്സ്. ഇത്രയും സിമ്പിളാണ്. പക്ഷേ ഇത് നമ്മൾ ബാലൻസ് ചെയ്തെടുക്കണം. അതാണ് അച്ചപ്പത്തിൻ്റെ കറക്റ്റായിട്ടുള്ള. പിന്നെ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ടും കൂടെ നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഭയങ്കര കട്ടിയില്ലാത്ത ക്രിസ്പിയുള്ള ഒരു സോഫ്റ്റ്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അച്ചപ്പം എന്ന് വെച്ചാൽ നമ്മൾ മറിച്ചിടുമ്പോൾ കൂടുതൽ കളറാവാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 3 അച്ചപ്പം എനിക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയാണ്, കൂടുതൽ കൂട്ടി ഇടാൻ പാടില്ല. കാരണം വെച്ചാൽ ആകെ ഒട്ടിപ്പിടിച്ചു പോകും ചിലപ്പോൾ. അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. ഇതുണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കുമ്പോൾ അതൊന്ന് ഒരു ഇതായിട്ട് നമ്മുടെ ഫ്ലെക്സിബിളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അച്ചപ്പം ഇതിൻ്റെ അകത്ത് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ അത്ര ക്രിസ്പി ആയിരിക്കില്ല. എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവും. അപ്പോൾ ഒരിക്കലും അച്ചപ്പം എണ്ണയിൽ നിന്ന് നോക്കുമ്പോൾ കളറും ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ആയിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കൊള്ളണം. കാരണം കൂടുതൽ അത് ക്രിസ്പി ആവാൻ കാത്തുനിന്നാൽ അത് പുറമേ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഹാർഡാവുകയും ചെയ്യും. പിന്നെ ഒരു കളറ് ഭയങ്കര അത് കരിഞ്ഞ കളറിലേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത കളറിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു മുട്ട ചേർക്കാത്ത ഒരു അച്ചപ്പമെന്ന് പറയാം. എനിക്ക് ശരി പറഞ്ഞാൽ മുട്ട ചേർത്തതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു അച്ചപ്പമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ ബായ് പറയുന്നതിന് മുന്നേ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.